നമസ്കാരം. ബജാജ് ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തിട്ട് എന്തെങ്കിലും പണി കിട്ടിയവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ബജാജിൽ നിന്നൊരു ലോൺ എടുത്തു. ഒരു ചെക്ക് ബൗൺസായി. 4860 രൂപയാണ് ഇൻസ്റ്റാൾമെൻറ്റ്. അത് മുടങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസം മുടങ്ങി, മെസ്സേജ് വന്നു. ഒരു ചെക്ക് ബൗൺസിന് 700 രൂപയാണ് അവർ പിഴയായിട്ട് ഈടാക്കുന്നത്. പിന്നെ അടുത്ത ഓരോ ദിവസത്തിനും 10 രൂപ 20 രൂപ വെച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതിൽ മറ്റൊരു രസമെന്ന് പറഞ്ഞാൽ ഈ ഇട്ട ബൗൺസ് ചെക്ക് വീണ്ടും അവർ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു 700, പിന്നെ ഒരു 700, പിന്നെ ബാങ്കിൻ്റെ ഒരു 200 സംതിങ് 472 രൂപ ബാങ്ക് നമ്മുടെ ഇന്ന് ഫൈനായിട്ട് എടുക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ചെക്ക് ബൗൺസായ ബജാജ് ഒരു 700 രൂപ എടുക്കും. പോരാത്തതിന് നമ്മുടെ ഓൺ ബാങ്ക് തന്നെ 472 രൂപ എടുക്കും. അപ്പോൾ എത്രയായി? 1142 രൂപയായി. പിന്നെ പെർ ഡേ 10 രൂപ 20 വെച്ച് കൂടും. അതായത് 4860 രൂപ മുടങ്ങിയപ്പോൾ പറ്റിയത്, അതിൻ്റെ നഷ്ടം എത്രയെന്നറിയാമല്ലോ? 5508 രൂപ അടയ്ക്കേണ്ടി വന്നു. പിന്നെ ഇതിങ്ങനെ ദിവസം ദിവസം കൂടിക്കൂടി വരും. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ലോൺ എടുക്കുമ്പോൾ ബൗൺസ് ആകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മളെ ക്രെഡിറ്റ് സിബിൽ സ്കോർ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എന്നെ രസിപ്പിച്ചൊരു സംഗതി, ഞാനിത് മനഃപൂർവ്വം ബൗൺസ് ചെയ്യിച്ചതാണ്. ഇവരുടെ രീതി ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇവർ കസ്റ്റമറോട് പെരുമാറുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു പണി ഞാൻ തന്നെ കൊടുത്തതാണ്. അപ്പോൾ ആദ്യം കളക്ഷൻ ഏജൻസി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് വിളിക്കുക. അപ്പം നമ്മുടെ ഫോണിൽ വരുന്ന നമ്പർ തിരിച്ച് വിളിച്ചാൽ ഈ നമ്പറിൽ കിട്ടുകയില്ല. അപ്പം നമ്മൾ ഈ ഫോണ് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ അത് സ്പാം കോൾ എന്നാണ് ട്രൂ കോളറിൽ ഉണ്ടാവുക. ഈ ട്രൂ കോളർ എടുത്ത് നോക്കുമ്പോൾ ഒരു കുറേ കോളാണ്, ഇത് സ്പാം കോളാണ്, ഫ്രോഡാണെന്നാണ് ട്രൂ കോളറിൽ ഈ നമ്പർ നമ്മൾ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ എവിടുന്ന് വിളിക്കുന്നു എന്നത് അവ്യക്തമാണ്. കളക്ഷൻ ഏജൻസി എന്ന് പറയും, സ്ഥലം പറയില്ല, പേരൊക്കെ പറയും, പക്ഷെ സ്ഥലം പറയില്ല. ഇത് അവരുടെ ഒരു സംഗതിയാണ്. ഇതൊരു മാനഹാനി ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പ്രത്യേകം ഓർക്കണം. ലോണ് കഴിയുന്നത് എടുക്കാതിരിക്കുക, എടുത്താൽ കൃത്യമായി അടയ്ക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ വിളിക്കുന്നവരുടെ ആദ്യത്തെ മനോഭാവം, പിന്നെ അടുത്ത വിളിയുടെ ഒരു മനോഭാവം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡിങ്ങിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഹലോ സാർ, ഒരു പേഴ്സണൽ ലോൺ EMI അടയ്ക്കുന്നില്ല, ഒരു 4860 രൂപയുടെ, അത് അടച്ചിട്ടില്ലല്ലോ ഈ മാസേ? ഓ, അത് ഡിലേ ആയിപ്പോ അല്ലേ? ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നോ? ചെയ്യാൻ പറ്റില്ല. അപ്പൊ ടെക്നിക്കൽ ഡിലേ ഉണ്ട്. ഒരെണ്ണം ക്ലിയർ ആയി, ഇത് ഒരു ചെറിയ ഇതുണ്ട്. പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നില്ല. പേയ്മെന്റ് അപ്പൊ ഒരു 3 ദിവസമെങ്കിലും എടുക്കും. അത് ഇടയ്ക്ക് ഒരെണ്ണം അത് തന്നെ. അപ്പൊ ഇതെന്നറിയോ, ഇടയ്ക്ക് അങ്ങനെ സാധാരണ വന്നില്ല, ഫസ്റ്റ് ടൈമാണത്. സാർ എന്തായാലും ഒന്ന് നോക്കാം, മാക്സിമം നേരത്തെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇന്ന് പറ്റുമോ നോക്കാമോ ഒന്ന് അടയ്ക്കാനായിട്ടേ? ഇന്നിന് പറ്റില്ലപ്പാ, കാരണം അത് ടെക്നിക്കൽ എററാണ്. 3 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. 3 ദിവസം മിനിമം, 3 ദിവസം 3 days എടുക്കും. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ, നേരത്തെ കിട്ടുവാണെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാട്ടോ സാർ. അതിന് ഒരെണ്ണം ഞാൻ ഇത് ആപ്പ് വഴി തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണം ഇതായിപ്പോയി. ഇത് മാത്രമല്ല, നേരത്തെ ഉണ്ട്. അപ്പൊ അത് ഞാൻ അടച്ച്, അത് ബൗൺസായി. നിങ്ങൾ മുടിഞ്ഞ ഫീസാണല്ലോ 500, പിന്നെ ഇതിന് 700 രൂപയോ, പിന്നെ ദിവസം 7 വെച്ച് കൊടുക്കും. ഇതെങ്ങനെയാണിത്? അതെ, പേഴ്സണൽ ലോൺ 700 രൂപയാണ് സാർ ആഡ് ആവുന്നതേ. മറ്റേ ഷോപ്പിങ്ങിന്റെ അത് പക്ഷെ 500 പോയിട്ടു. ഇത് 700 രൂപ, പിന്നെ ഇത് ദിവസം എത്ര 7 രൂപ വെച്ച് കൊടുക്കും. എന്താണ് ഇതൊന്നും? ജസ്റ്റ് എ മിനിറ്റ്. ഇത് ദിവസം എത്ര വെച്ച് കൊടുക്കും? ദിവസം 3 വെച്ചിട്ടാണ് ഇൻട്രസ്റ്റ്. 3 രൂപയോ? അതെ, 3 രൂപ. 3 രൂപ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ ഒരിക്കൽ ബൗൺസ് ആയല്ലോ, ഇനിയിപ്പോ വീണ്ടും നിങ്ങൾ ഇത് ചെയ്യോ? ഒരു മെസ്സേജ് ഇങ്ങനെ വന്ന് വീണ്ടും 2 to 3 days വീണ്ടും ചെക്ക് പ്രസന്റ് ചെയ്ത് വീണ്ടും പൈസ പോകില്ലേ എന്റെ? അല്ല സാർ, അത് ഇല്ല, 5-ാം തീയതിയാണ് ഇട്ടത്. പിന്നെ നമുക്ക് എന്തായാലും ഇനി ചെക്ക് ഇടാൻ പറ്റത്തില്ല. ഇനിയിപ്പോ സാർ ഡയറക്റ്റ് അടച്ചാൽ മാത്രമേ പേയ്മെന്റ് ആവത്തുള്ളൂ. ആണോ? അല്ല, ഞാൻ ചോദിച്ചത് ഇനിയിപ്പോ എന്റെ ഒരു ചോദ്യം, ഇതിപ്പോ രണ്ടും കൂടെ അടുത്ത മാസം ഒരുമിച്ച് അടച്ചാലോ? അങ്ങനെ അടയ്ക്കാൻ പറ്റില്ല സാർ. നമുക്കത് ഈ മാസം ഉള്ളത് ആ മാസത്തിൽ തന്നെ ക്ലിയർ ചെയ്യണം.
ഓക്കെ. എനിക്കിത് അറിയില്ല. അത് തന്നെപ്പാ ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇതിന്റെ നൂലാമാലൊന്നും അറിയില്ല. അതുകൊണ്ട് ചോദിച്ചത്. ഓക്കെ ഓക്കെ. ഈ മാസത്തിന് ക്ലിയർ ചെയ്യണേ. ഓക്കെ. ഇതിപ്പോ ഞാൻ പറയില്ലേ ടെക്നിക്കൽ എററാണ്. 3 days മാക്സിമം തിങ്കളാഴ്ച മുന്നേ ശരിയാണെന്നാണ് തോന്നുന്നത്. അടയ്ക്കും. ഓക്കെ. ഇനി ഭാവം മാറിയ കളക്ഷൻ ഏജന്റിന്റെ സംസാരം കേട്ടാലോ. ഹലോ. ഹലോ, ബജാജിന്നായിരുന്നു. ഇതൊരു 10-15 പ്രാവശ്യം വിളിച്ചു, എനിക്ക് മനസ്സിലായി. ഓക്കെ ഓക്കെ. എപ്പോഴടുക്കുന്ന പേയ്മെന്റ് അടക്കാത്തതുകൊണ്ട് കോൾ വരുന്നത്. ഹലോ. ഹലോ. എന്താ പേയ്മെന്റ് അടക്കാത്തോണ്ടാ കോള് വരുന്നത്. എനിക്കറിയാം. നിങ്ങൾ സംസാരിക്കുന്ന ഒരു മീഡിയ പേഴ്സണോട്. ഞാൻ റെക്കോർഡിംഗ് യുവർ കോൾസ്. ഐ നോ ഹൗ ടു പേ, വെൻ ടു പേ. ഓക്കെ. ഞങ്ങളുടെ കോൾ റെക്കോർഡിംഗ് കാണുന്നല്ലോ. എന്താ? പേയ്മെന്റ് അടക്കട്ടെ വേഗം തന്നെ. ഞാൻ അടച്ചോളാം. നിങ്ങളുടെ പേരെന്താ? വാട്ട്സ് യുവർ നെയിം, ഫ്രം വെയർ യു ആർ കോളിംഗ്? അസ്ന. ഏത് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്? ബജാജിന്റെ കളക്ഷൻ ഏജൻസി. ഏത് ഓഫീസ്? കളക്ഷൻ ഏജൻസി. കളക്ടറേറ്റ്. ഓക്കെ. ഞാൻ എന്റെ ഓഫീസ് ട്രിവാൻഡ്രത്താണ്, സ്റ്റാച്യൂല്. ഞാൻ വന്ന് കണ്ടോളാം. ഓക്കെ. അപ്പോൾ ദിനം പ്രതി ഇങ്ങനെ പലിശയും കൂടും, ബൗൺസിന്റെ എണ്ണവും കൂടും എന്നതുകൊണ്ട് എന്ത് ചെയ്തു, ആ പരിപാടി നടത്തി ഞാൻ പൈസ അടച്ചു. കാരണം പോകുന്നത് എൻ്റെ പൈസ ആണല്ലോ. അങ്ങനെ ഞാൻ കാശ് അടച്ചു. ഇതിൽ രസം എന്താണെന്നറിയാമോ? ഈ നമ്മൾ ഫസ്റ്റ് ലോൺ ബ്രേക്ക് ആകുമ്പോൾ തന്നെ അവർ നമ്മുടെ ഈ ഇൻസ്റ്റാ ലോൺ കാർഡുണ്ട്. അതായത് ലോണിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാം, പല ഷോപ്പുകളിൽ നിന്നും ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാം. അപ്പം ഒരു കാർഡുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് അവർ ബ്ലോക്ക് ചെയ്തു. പൈസ അടച്ച പിറ്റേ ദിവസം തന്നെ മെസ്സേജ് വന്നു, നിങ്ങളുടെ കാർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരിക്കൽ ഇതിൽ പെട്ടുപോയാലേ അറിയാതെ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ അങ്ങ് ആയിപ്പോവും. വീണ്ടും നമ്മൾ ലോൺ എടുക്കും, വീണ്ടും നമ്മൾ കടക്കാരനാവും. കഴിയുന്നതും ഈ ഇങ്ങനത്തെ ലോണൊന്നും എടുക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. ക്രെഡിറ്റ് സ്കോറും സിവിൽ സ്കോറും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ അവർക്ക് ഇഷ്ടം എന്താണെന്നറിയാം, നമുക്കൊന്ന് ബൗൺസായി കിട്ടിയാൽ അവർക്കൊരു ബൗൺസ് ചാർജ് കിട്ടും, അത് ഒരു ലാഭമാണ്. എനിക്ക് പറയാനുള്ളത് കഴിയുന്നതും ലോൺ എടുക്കാതിരിക്കുക എന്നതാണ്. അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയതാണ്. എന്തായാലും ആ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്, ലോൺ എടുക്കുന്നവൻ്റെ കാര്യം കട്ട പുകയാണേ.